നമസ്കാരം. നിലമ്പൂരിൽ നമ്മൾ കാണാൻ പോകുന്നത് തീ പാറുന്ന പോരാട്ടമായിരിക്കും. PV അൻവർ കൂടി മത്സര ചിത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിന് വഴങ്ങാതെ അൻവർ നിലമ്പൂരിൽ മത്സരിക്കും. നാളെ പത്രിക നൽകും. വാർത്താ സമ്മേളനം 10 മണിക്ക്. മുഖ്യമന്ത്രി എത്തുന്നതോടെ നിലമ്പൂർ പ്രചാരണ കൊഴുപ്പിലേക്ക്. ഇടക്കരയിൽ സ്വരാജിന്റെ റോഡ് ഷോ ഇന്ന്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. NDA സ്ഥാനാർത്ഥി മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. BDJS യോഗം കോട്ടയത്ത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് നേരിയ ശമനം. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണം നീക്കി. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കും. ഒരുക്കങ്ങൾ പൂർണ്ണം. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. അധ്യാപക സംഘടന കോടതിയിൽ പോയതിനെ തുടർന്നാണ് പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടേണ്ടി വന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4000-നടുത്ത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ. 24 മണിക്കൂറിനിടെ 4 മരണം കൂടി. 1 മരണം കേരളത്തിൽ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനം നഷ്ടമായെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയിൽ രാഷ്ട്രീയ വിവാദം. സർക്കാർ സത്യം മൂടിവെച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കോൺഗ്രസ്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും ആവശ്യം. പിന്തുണച്ച് തൃണമൂൽ കോൺഗ്രസും. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ അന്വേഷണം വിപുലമാക്കിയ ഏജൻസികൾ. യുവതി കൊച്ചി കപ്പൽശാലയിലും സന്ദർശനം നടത്തി. വിവരങ്ങൾ ശേഖരിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും. IPL-ലെ 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് ഇന്ന് മുംബൈയെ നേരിടും. 5 തവണ IPL കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ മുംബൈ. ആദ്യ ക്വാളിഫയറിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ പഞ്ചാബ്. വിശദമായി നോക്കാം. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കുമെന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. മത്സരിക്കാൻ ദേശീയ നേതൃത്വം, TMCയുടെ ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുകയാണ്. അൻവർ നാളെ പത്രിക നൽകും. അതേസമയം നിലമ്പൂരിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:30-ന് കോടതിപ്പടിയിലാണ് കൺവെൻഷൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ BDJS യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. CV അനുമോദും MS അനീഷ് കുമാറുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ, അൻവർ ഇതാ മത്സര ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അൻവർ മത്സരിക്കും എന്ന ഉറപ്പ് ആയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഈ പ്രഖ്യാപനം നടത്താൻ, സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്താനാണോ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുക എന്ന ആകാംക്ഷ മുന്നിൽ നിൽക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ ഒരു അടവ് നയങ്ങളും ഇവിടെ വിലപ്പോയില്ല എന്നതുകൂടി പ്രസക്തമല്ലേ? ആര്യ, PV അൻവർ 10 മണിക്കാണ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പരസ്യ പ്രഖ്യാപനം അത് നടത്തും എന്ന കണക്കുകൂടൽ തന്നെയാണുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ അൻവർ എന്ത്, എപ്പോൾ, എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് പറയാനാകില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം മത്സരിക്കും. പാർട്ടി ചിഹ്നത്തിൽ, TMCയുടെ ഔദ്യോഗിക ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുവാനായി ഡെറിക് ഒബ്രിയൻ അടക്കമുള്ളവർ അടുത്ത ദിവസം ഇവിടെ എത്തുമെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പോരാട്ടത്തിൽ അൻവർ മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. സ്വാഭാവികമായിട്ടും നാളെ രാവിലെ അദ്ദേഹം പത്രിക സമർപ്പിച്ചാലും പിന്നീടും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വരേക്കും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അല്ലെങ്കിൽ ചർച്ചകൾക്കും ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പത്രിക സമർപ്പണം നടന്നാൽ മാത്രമേ അതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും രഹസ്യമായ ശ്രമങ്ങളൊക്കെ തുടരുമെന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഇന്നലെ രാത്രി ഇനി UDF അൻവറുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കിയ ശേഷമാണ് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ ചെന്ന് കണ്ടത്.
അൻവറിൻ്റെ ഉദായിലെ ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കൂടിക്കാഴ്ച. അപ്പോൾ എല്ലാ വഴികളും അടഞ്ഞു എന്ന് പരസ്യമായി പറയുകയും വീണ്ടും അൻവറിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള, അൻവറിൻ്റെ പിന്തുണ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും UDFിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അൻവർ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും. പക്ഷേ അത് പിൻവലിപ്പിക്കാൻ UDFിൻ്റെ ഭാഗത്ത് ഏതു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലേക്ക് അൻവർ എത്തുന്നു എന്ന് ഇരിക്കെ പോലും ഇപ്പോഴും UDF സജീവമായ ചർച്ച അൻവറുമായി നടത്തുന്നു എന്ന് തന്നെയാണോ? തീർച്ചയായും സജീവമായിട്ടുള്ള പരസ്യ ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇന്നലെ തന്നെ UDF യോഗത്തിന് ശേഷം ഇനി പ്രതികരിക്കാനില്ല, ഇനി ചർച്ചകളില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കിയത് അടഞ്ഞു കഴിഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള VD സതീശൻ്റെ ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ പലരും അൻവറുമായി ഈ തരത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിൽ അൻവറിനെ കണ്ടത് തന്നെ ഒരുപക്ഷെ VD സതീശൻ്റെ ദൂതനായിട്ടോ അല്ലെങ്കിൽ VD സതീശന് പറയാനുള്ളത് പങ്കുവയ്ക്കാനോ ഒക്കെ ആയിട്ട് വേണം കണക്കാക്കാൻ. കാരണം VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും എത്രമാത്രം വലിയ സൗഹൃദത്തിലാണ്, എത്ര വലിയ ആത്മബന്ധമാണെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സാധ്യതകളൊക്കെ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, താൻ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ തൻ്റെ കൈവശം പണമില്ല എന്ന് പറയുകയും താൻ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തി എന്ന് അദ്ദേഹം വിശദമാക്കുകയും കഴിഞ്ഞ 8 വർഷക്കാലം നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും ഒപ്പം മത്സരിക്കുന്ന മറ്റ് 2 പേർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകൂടി ചെയ്തതോടെ അൻവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, വീണ്ടും അവർക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്താനുള്ള ഒരു തരത്തിലേക്ക് സാഹചര്യം കൊണ്ടെത്തിക്കുകയായിരുന്നു അൻവറിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ. അതിനുശേഷം അദ്ദേഹം വൈകാരികമായിട്ടാണ്, ഞാൻ കോടീശ്വരനായിരുന്ന ഞാൻ ഇപ്പോൾ കൈവശം പൈസ ഇല്ലാതെ വീട്ടിലിരിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു എന്ന ആ ഒരു വലിയ സന്ദേശം അൻവർ നൽകാൻ ഉദ്ദേശിച്ച അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ജനവികാരം തനിക്ക് അനുകൂലമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടെ അദ്ദേഹം മത്സരിക്കാനുള്ള സമ്മർദ്ദം വരുന്നുണ്ട്, പ്രവർത്തകർ പണം സംഘടിപ്പിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അൻവർ ഇതിന് നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റെല്ലാം തന്നെ അൻവറിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ചടുലതയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അൻവറിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണെന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ നടപടികളും എന്ന് വേണം കരുതുവാൻ. എന്നാലും അൻവർ മത്സരിക്കുമെന്ന കാര്യം ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും CV അൻമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ, എന്തായാലും ഈ അന്തർനാടകങ്ങളും അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കൊഴുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അൻവർ കൂടി മത്സര ചിത്രത്തിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് അത് ഇരട്ടിയാകും. അതിനിടയിൽ ഇന്ന് LDF കൺവെൻഷന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിയാണ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി, നമുക്കറിയാം, പിണറായിസത്തിനെതിരായ ഫലം ഉണ്ടാകണം, വിധിയെഴുത്തുണ്ടാകണം എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി, UDF ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കേളികൊട്ട് ഉയർന്നപ്പോൾ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേര് പിണറായി വിജയന്റെ തന്നെയാണ്. കാരണം ഈ PV അൻവർ ഈ MLA സ്ഥാനം രാജിവെച്ചത് പോലും പിണറായി വിജയന്റെ പോലീസ് നയങ്ങളിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ പിണറായിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ്. പിണറായിയും മന്ത്രി റിയാസും ചേർന്നാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നൊക്കെ ആരോപിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ഏറ്റവും ഒടുവിൽ ഈ M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോഴും ഈ പിണറായിസത്തിന്റെ വക്താവാണ് M സ്വരാജ് എന്ന് PV അൻവർ പറയുകയും ചെയ്തു. ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആളുകളാണ്. ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചത് 2 പേർ ചേർന്നൊക്കെയാണ്. പക്ഷെ അതിനുശേഷം കളം മാറിയപ്പോൾ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നു. ഒപ്പം ആദ്യഘട്ടത്തിലൊക്കെ ഈ PV അൻവറിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നേരിയ തോതിൽ നൽകിയെങ്കിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ PV അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും ഈ പിണറായിയുടെ പക്കൽ നിന്നും കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ ഈ നിലമ്പൂരിലെ മണ്ണിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി പറയും എന്നത് തന്നെയാണ് ഏറെ കൗതുകമുയർത്തുന്ന കാഴ്ച. എന്തായാലും M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇടതുമുന്നണി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അദ്ദേഹത്തിന് ആവേശോജ്ജലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഇന്നലെ നൽകിയത്. ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ നീളുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ കാത്തുനിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഒപ്പം റെയിൽവേ സ്റ്റേഷനിലും നിരവധി പാർട്ടി പ്രവർത്തകരാണ് എത്തിയത്. റോഡ് ഷോ ഔദ്യോഗികമായി ഉച്ചതിരിഞ്ഞാണ് ആരംഭിക്കുന്നതെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം ഇറങ്ങിയപ്പോൾ
തെരഞ്ഞെടുപ്പപ്പോൾ മുതൽ തന്നെ ഒരു റോഡ് ഷോയായി മാറുന്ന കാഴ്ച. എന്തായാലും ആ ആവേശത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് അവരുടെ ക്യാപ്റ്റൻ തന്നെ കളത്തിലേക്ക് കളിക്കാനായി ഇറങ്ങുന്നത്. എന്തായാലും അത് വലിയ ഒരു ഊർജം LDF ക്യാമ്പിന് നൽകും. എന്തായാലും വലിയ ആവേശം പ്രവർത്തകരിൽ സൃഷ്ടിക്കും. ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരൊക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മറുവശത്ത് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം, ഈ PV അൻവർ നിൽക്കുമോ പോകുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഈ കോൺഗ്രസ് ക്യാമ്പിനെ ഇപ്പോഴും ഒരു ആശങ്കയുടെ നിലയിൽ തന്നെ നിർത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് വരും. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അർദ്ധരാത്രിയിൽ പോയി കാണാൻ വന്ന സാഹചര്യം, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും ശ്രമങ്ങൾ ഈ അൻവറിന് വേണ്ടി തുടരുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നു മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സതീശന്റെ ബ്രിഗേഡിൽപ്പെട്ട യുവ നേതാക്കൾ വളരെ ഊർജിതമായ ശ്രമങ്ങൾ ഈ PV അൻവറിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ പോയി കണ്ട ശേഷം പിന്നീട് രാത്രി 1:30 വരെയൊക്കെ ഈ രാഹുലും ഷാഫിയും ഒക്കെ തമ്മിൽ ചർച്ചകളൊക്കെ കൊടുമ്പിരി നിൽക്കുന്ന രീതിയിൽ നടത്തുന്നു. മറ്റു നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ വളരെ തീവ്രമായ ഒരു പരിശ്രമം എങ്ങനെയും അൻവറിനെ ഒപ്പം കൂട്ടാനായി അവർ നടത്തുന്നുണ്ട്. കാരണം അൻവറാണ് ഇവിടുത്തെ തുറുപ്പുചീട്ട്. കാരണം സംസ്ഥാന സർക്കാരിനെതിരായ നിശ്ചിതമായ വിമർശനങ്ങൾ അഴിച്ചുവിടാൻ UDF നേതാക്കളെക്കാളും പര്യാപ്തനായ ആൾ 2 വട്ടം MLA ആയ അൻവർ തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ട്. ഒപ്പം അൻവർ മത്സരരംഗത്തിറങ്ങിയാൽ അത് ആരുടെ സാധ്യതകളെ ബാധിക്കും എന്ന കൃത്യമായ വിലയിരുത്തലും UDFിനുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം മൂലം വരാൻ സാധ്യതയുള്ള വോട്ടുകൾ ചിന്നിച്ചിതറിപ്പോയാൽ അത് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും എന്നൊരു തിരിച്ചറിവും UDFിനുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിലും എങ്ങനെയും PV അൻവറെ ഒപ്പം കൂട്ടാനുള്ള തീവ്ര ശ്രമം തന്നെയാണ്. ഈ പുറത്ത് ഇത്തരമൊരു നീക്കം നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും അണിയറയിൽ അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും MS സതീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അണിയറയിൽ ഇപ്പോഴും കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിലേക്ക് അൻവറിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. രഹസ്യ ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് അൻവർ മത്സരകളത്തിലേക്ക് ഇറങ്ങും എന്ന് ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തായാലും അവസാന നിമിഷമെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും 10 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാകുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അൻവറാണ്. ഏത് നിമിഷവും കാര്യങ്ങൾ മാറും, നിലപാടുകൾ മാറ്റി പറയും, തീരുമാനം നാളത്തേക്ക് വെക്കും. അങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സാഹചര്യമാണ്. ശ്രീജിത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ശ്രീജിത്ത്, LDF UDF മുന്നണികൾ സജീവമായി നിലമ്പൂർ അംഗത്തിൽ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അൻവർ കൂടി വരുന്ന ഒരു സാഹചര്യം, ആ തീരുമാനത്തിലേക്ക് കൂടി കടക്കുമ്പോൾ പോലും NDAക്ക് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. BDJS ഇന്ന് യോഗം ചേരുകയാണ് കോട്ടയത്ത്. ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ? ഇന്നുണ്ടാകേണ്ടി വരും ആര്യ. കാരണം നാളെയാണ് നോമിനേഷന്റെ അവസാന തീയതി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് തീരുമാനമെടുക്കുക. അതിനുവേണ്ടിയാണ് പന്ത് BDJSന്റെ കോർട്ടിലേക്ക് BJP നേതൃത്വം തട്ടിയിരിക്കുന്നത്. BJPക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അതിന് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് അവിടെ BDJSനാണ് കൂടുതൽ സ്വാധീനമുള്ളത്. 2016 ഏതാണ്ട് 12,000 വോട്ടും BDJS സ്ഥാനാർത്ഥി നേടിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 8,000 വോട്ട് മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് നേടാനായത്. ഇതാണ് അവർ രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതാണ്ട് തുറന്നു പറഞ്ഞു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, BJPക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലയിൽ തന്നെ പറഞ്ഞു. BJPയുടെ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടി ഒരുങ്ങുകയാണ് പാർട്ടി മിഷണറി. അത് മാത്രവുമല്ല, BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ, പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത ശേഷം നടക്കുന്ന BJPയെ സംബന്ധിച്ച് നടക്കുന്ന ഒരു ദുർബലമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും ദേശീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അതോടുകൂടി രാജീവ് ചന്ദ്രശേഖരന്റെ ആ നീക്കം, മത്സരത്തിൽ നിന്ന് മത്സരിക്കേണ്ട എന്ന താല്പര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും BJP മത്സരിക്കുന്നില്ല, പകരം BDJSലേക്ക് കാര്യങ്ങൾ കൊടുക്കുകയാണ്. എന്തായാലും രാവിലെ 11 മണിക്ക് BDJSന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടാകും. ഗിരീഷ് മേക്കാട്ടാണ് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ്. BDJSന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സൂചന. എന്തായാലും ഇന്ന് സംസ്ഥാന കൗൺസിൽ ചേർന്ന അന്തിമമായ ഒരു വ്യക്തത വരും. അതേസമയം തന്നെ ആശയക്കുഴപ്പം BDJS നേതൃത്വത്തിലുണ്ട്. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്തായാലും ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് മുന്നോടിയായി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരും.
ജി ശ്രീജിത്തും CV അനുമോദും MS അനീഷ് കുമാറുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. PV അൻവറിനെ കാണാൻ രാത്രിയിൽ പോകുന്നത് UDFന്റെ ഗതികേടെന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഇനി എത്ര പേർ ക്യൂ നിൽക്കുമെന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കാം. MLA സ്ഥാനം തന്നെ രാജിവെച്ചത് UDF പറഞ്ഞിട്ടായിരുന്നല്ലോ എന്നും സ്വരാജ് പ്രതികരിച്ചു. PV അൻവർ മത്സരിക്കുന്നത് LDFനെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ആർക്കും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും M സ്വരാജ് പറഞ്ഞു. പലരും പറയുന്നത് മുൻ MLA രാജി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രേരണയും നിർബന്ധവും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. അത് അവരാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്തായാലും പുറമെ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പല നിലപാടുകളും പറഞ്ഞ ശേഷം ക്യൂ നിന്ന് കാലു പിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ആരൊക്കെ അങ്ങനെ വന്ന് ക്യൂ നിന്ന് കാലു പിടിക്കും എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. അത് അവർ പരിഹരിക്കട്ടെ, അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്കതിൽ ഒന്നും പറയാനില്ല. ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. കേരളത്തിൽ വോട്ടുള്ള ആർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. നാളെ വരെ അതിന് അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. LDFനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെന്ന കെ സുധാകരന്റെ വിമർശനം CPMന്റെ സംഘടനാ രീതി അറിയാത്തത് കൊണ്ടെന്ന് M സ്വരാജ്. കോൺഗ്രസിൽ സുധാകരന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്നും സ്വരാജ് പ്രതികരിച്ചു. ഞങ്ങളുടെ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. CPIM എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിന്റെ ഒരു സംഘടനാ രീതി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നോ മത്സരിക്കരുതെന്നോ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ടോ? പ്രശ്നം കോൺഗ്രസ് പോലെയാണ് എല്ലാ പാർട്ടിയും ഒന്ന് ധരിച്ചു പോവുകയാണ്. ദയവായിട്ട് മുൻ KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞ അപ്പൊ ദയവായി അദ്ദേഹം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. അദ്ദേഹത്തിന് അതിപ്പോ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മാസം മുൻപ് പറഞ്ഞെന്തായിരുന്നു? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയി ചുമതല എടുക്കുമ്പോൾ പറഞ്ഞെന്തായിരുന്നു? അതിനുശേഷം ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേരളീയ സമൂഹം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നത് ഈ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പിന്നീടുണ്ടായ വസ്തുതകളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ പാർട്ടിയും കോൺഗ്രസ് പോലെയല്ല. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആലുവയിൽ 14-കാരിക്ക് ക്രൂരപീഡനം, രണ്ടാനച്ഛൻ അറസ്റ്റിൽ. കുട്ടിയുടെ അമ്മ റൂറൽ SP നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് കേസെടുത്തത്. കുട്ടിയെ 1 വർഷത്തോളമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആജ്ഞ കേൾക്കുന്നുണ്ടോ? ആജ്ഞയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ വരികയാണ്. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നിലമ്പൂരിൽ BJP മത്സരക്കളത്തിലേ ഇല്ല എന്നുള്ള നിലയിലായിരുന്നു സാഹചര്യം ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ BJP മത്സരിക്കുന്നില്ല, NDAയിൽ നിന്ന് BDJS മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. BDJS ഇന്ന് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു എന്ന നിലയിലായിരുന്നു ഈ നിമിഷം വരെയുള്ള വാർത്തകൾ വന്നത്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ BJP മത്സരിക്കുന്നു, സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വരുന്നു എന്നുള്ളതാണ്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, BJP തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നു നിലമ്പൂരിൽ. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിയത്? BDJS മത്സരിക്കാൻ താല്പര്യം അറിയിച്ചില്ല. BDJSന്റെ സ്വാധീനമുള്ള മണ്ഡലം അവിടെ BDJS മത്സരിച്ചപ്പോഴാണ് വോട്ട് കൂടിയത്. 12,000 വോട്ടുകൾ കിട്ടിയത് BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴാണ്. അതുകൊണ്ട് തന്നെ BDJS മത്സരിക്കട്ടെ എന്നായിരുന്നു BJPയുടെ നിലപാട്. BJPയുടെ അധ്യക്ഷൻ ഇന്നലെയും പറഞ്ഞത് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്, LDFും UDFും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ BJP മത്സരിക്കാൻ താല്പര്യമില്ല. പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല എന്ന് ഇന്നലെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ BDJS മത്സരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് BJP മത്സരിക്കാൻ നിർബന്ധിതമായത് വേണം കരുതാൻ. മത്സരിക്കാതിരുന്നാൽ വലിയ ആരോപണമായത് മാറുകയെ. കാരണം
പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്ന് പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ദേശീയ പാർട്ടി സംസ്ഥാനത്ത് വിട്ടുനിൽക്കുന്നത് വലിയ ആരോപണങ്ങൾക്കിടയാക്കിയതിനെ ഇപ്പോൾ തന്നെ BJP മത്സരിക്കാതെ മാറി നിൽക്കുന്നത് LDF-ന് വേണ്ടിയാണ്, CPM-ന് വേണ്ടിയെന്ന ആരോപണം കോൺഗ്രസ് ക്യാമ്പ് ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ BJP മത്സരിക്കുന്നത്. BJP രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. മത്സരിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തെ ഒപ്പം നിൽക്കുന്നവർക്കും. എന്നാൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്, തെറ്റായ സന്ദേശമാകും നൽകുക. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുമ്പോൾ അത് ശരിയായ ഒരു മെസ്സേജാകില്ല പുറത്തു നൽകുന്നത്. BJPക്ക് ദോഷം ചെയ്യുന്ന അഭിപ്രായവും BJPയുടെ ഒരു പ്രധാന നേതൃതലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് BJP ഇപ്പോൾ മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും മറ്റും അതേ ഇനി കുറച്ചുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട്. ഏതായാലും ഇതൊരു ഡൽഹിയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പായാണ്, BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നുള്ള ഒരു വാർത്താക്കുറിപ്പായാണ് വന്നിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ തീരുമാനിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് BJP. അരുൺ സിംഗ് എന്ന പേരിലാണ് ആ വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. നിലമ്പൂരിൽ കടുത്ത ഒരു ത്രികോണ പോരാട്ടമായിരിക്കുന്നതിൽ പോലും മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കളം വ്യക്തമാകുന്നത്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും തയ്യാറായിരിക്കുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതിനു മുമ്പ് മൂന്ന് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഏതായാലും BJP CPM ഒത്തുകളി എന്ന ആരോപണം, കോൺഗ്രസിന്റെ ആരോപണം കൂടി ഇല്ലാതാകുന്ന ഒരു തീരുമാനമാണ് BJPയിൽ ഉണ്ടായിരിക്കുന്നത്. BDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് BJP തന്നെ ആ സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനമായിരിക്കുന്നതും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നതും. തീർച്ചയായും നിലമ്പൂരിൽ BJP കൂടി മത്സരക്കളത്തിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഡൽഹിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പായിട്ടാണ് ഈ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത്. TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നിലമ്പൂർ മത്സരക്കളത്തിൽ. തങ്ങൾ മത്സരിക്കാനേ ഇല്ല എന്നുള്ളതാണ് ആദ്യ ഘട്ടം മുതൽ പുതിയ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. തങ്ങൾക്ക് അപ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്, മാത്രമല്ല വരുത്തിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഇതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് തങ്ങൾ ഉന്നം വെക്കുന്നത്. അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് അധ്യക്ഷൻ തന്നെ സ്വീകരിച്ചത്. പക്ഷേ ഭിന്ന അഭിപ്രായമുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ. കാരണം കരുത്ത് കാണിക്കാൻ, ശക്തമായ പ്രകടനം കാണിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഉള്ള ഒരു അവസരമാണ്. അത് ഇല്ലാതാക്കി കളയരുത് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പലവിധ വിമർശനങ്ങൾ ഉയർന്നത്. BJP മാറി നിൽക്കുന്നത് LDF-നെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. LDF BJP CPM ബാന്ധവത്തിന്റെ ഉദാഹരണമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇപ്പോൾ BDJ സ്ഥാനാർത്ഥിയല്ല, BJP സ്ഥാനാർത്ഥി തന്നെ നിലമ്പൂരിൽ NDAക്ക് വേണ്ടി മത്സരിക്കും എന്നുള്ള നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി. എങ്ങനെ നോക്കിക്കാണണം നമ്മൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ? യെസ് ആര്യ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് BJPയിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ ഉണ്ടാകുമെന്ന കാര്യം BJPയിൽ നിന്ന്. കാരണം BJPയിൽ ആലോചനകൾ നടക്കുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പിലൂടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP നടത്തുന്നത്. ഇതിൽ അസാധാരണത്വം തീർച്ചയായുമുണ്ട്. കാരണം സാധാരണ കേരളത്തിൽ നിന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് കേരളത്തിൽ നിന്നും ഒരു പേര് നിർദ്ദേശിച്ച് ആ പേരിന് അംഗീകാരം വാങ്ങുകയാണ് സാധാരണ നടക്കുന്നത്. പക്ഷേ ഇവിടെ അത്തരമൊരു ആലോചന പോലും നടക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നിന്നും ഒരു പേര് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു എന്ന സാഹചര്യമാണ്. മോഹൻ ജോർജ് എന്ന വ്യക്തി BJPയുടെ ഒരു സജീവ പ്രവർത്തകനൊന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്. പക്ഷേ അദ്ദേഹം BJPയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് നമുക്ക് അറിയാനാവുന്നത്. BJPയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ കൂടി തന്നെ ഇക്കാര്യം വ്യക്തമായ സാഹചര്യം അതാണ്. എന്താണ് BJP NDA ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. കാരണം BDJS-നാണ് ഈ സീറ്റ് എന്നത് സംബന്ധിച്ച് BDJS ഇന്ന് കോട്ടയത്ത്
യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നതിനിടയിലാണ് BJP തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഒപ്പം തന്നെ ഗിരീഷ് എന്ന ഒരു വ്യക്തിയെ അവിടെ താൻ സ്ഥാനാർത്ഥിയാവും എന്ന പ്രഖ്യാപനം അദ്ദേഹം നേരത്തെ തന്നെ മലപ്പുറത്ത് നിലമ്പൂരിൽ നടത്തിയതുമാണ്. പിന്നെ എങ്ങനെയാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്? എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, BJP NDA മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമായി മാറുന്നത്. അത് ഈ നോമിനേഷൻ നൽകേണ്ട അവസാന തീയതിയുടെ തലേന്ന് തന്നെ ഇത്തരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. എന്തായാലും മോഹൻ ജോർജ് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വരുന്ന മിനിറ്റുകളിൽ മോഹൻ ജോർജിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും BJP സംസ്ഥാന നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തിയില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തന്നെ BJP മടിച്ചു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നാൽ BJP വോട്ടുകൾ ആർക്ക് അനുകൂലമായി പോകും? ഏതെങ്കിലും വോട്ട് കച്ചവടത്തിന്റെ സൂചനയാണോ ഇത്? ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP രംഗത്തേക്ക് വരികയാണ്. എന്തായാലും BJP മത്സരിക്കാനല്ല, മറിച്ച് സാന്നിധ്യം അറിയിക്കാൻ മാത്രമാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം അവസാന നിമിഷം സംസ്ഥാന നേതാക്കളൊന്നും പങ്കെടുക്കാതെയുള്ള പ്രഖ്യാപനത്തിലൂടെ തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി BJP കൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കളം നിറയുകയാണ്. BJP സ്ഥാനാർത്ഥിയും നിലമ്പൂരിൽ മത്സരിക്കാനുണ്ടാകും. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 9 മണി വാർത്തകളുടെ സമയം അവസാനിക്കുകയാണ്. നമസ്കാരം.